ഇന്നത്തെ ടോപ്പിക്കിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ഡോണ്ട് വേസ്റ്റ് ടൈം തിങ്കിങ് അബൌട്ട് തിങ്സ് യു കനോട്ട് കൺട്രോൾ. വളരെ ക്ലിയർ ആണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് വിശദീകരണത്തിന്റെ യാതൊരു ആവശ്യമില്ല എന്നറിയാം. എന്നാലും ഒന്ന് പറയാം. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് കണ്ട ഒരു വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ടായിരുന്നു, സിറ്റ് സാസൻ. അത് സാസൻ എന്ന് പറയുന്ന പൊസിഷനിൽ വളരെ സ്വസ്ഥമായിട്ട് മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് ഇരിക്കുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ബ്രീഫായിട്ടൊന്ന് കണ്ടിരുന്നു. അപ്പം ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ്: സന്യാസിമാരാണെങ്കിൽ പോലും തുടക്കത്തിലൊക്കെ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കരുത് എന്നുള്ള ചിന്ത തന്നെ മനസ്സിൽ വരും. കാരണം അവർക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശം എങ്ങനെയാണ്, ഇപ്പോൾ തൽക്കാലം ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട. അപ്പം നമുക്ക് എപ്പോഴും നമ്മളൊന്ന് അവെയർ ആവും, ഞാനിപ്പോൾ എന്തിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്ന പൊസിഷൻ കറക്റ്റ് ആണോ, കാലുകൾ വേദനിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ലോകത്തുള്ള പല പല കാര്യങ്ങൾ, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത പല കാര്യങ്ങളെക്കുറിച്ചും ആ സമയത്ത് നമ്മൾ ചിന്തിച്ചു പോകും. അപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അത് വളരെ ബുദ്ധിമുട്ടാണ് ചിന്തിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് പോകാനായിട്ട്. പക്ഷെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ് ധ്യാനം ചെയ്യുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ടാസ്ക്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതിലേക്ക് എത്താനായിട്ട് പരമാവധി ശ്രമിക്കുക. അപ്പോൾ തൽക്കാലം നമ്മൾ വേറൊന്നിനെ കുറിച്ചും ആലോചിക്കേണ്ട, ജസ്റ്റ് നമ്മുടെ ശ്വാസത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് പതുക്കെ പതുക്കെ പോകാൻ പറ്റും എന്നാണ്. അപ്പം നമ്മൾ ആ ഒരു ധ്യാനിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ നമ്മൾ ധ്യാനത്തിൽ നിന്നും നമ്മുടെ ശ്രദ്ധ പോകുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ജീവിതത്തിലെ പല കാര്യങ്ങളും. നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത, അല്ലെങ്കിൽ നമുക്ക് യാതൊരു കൺട്രോളും ഇല്ലാത്ത പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അനാവശ്യമായിട്ട് നമ്മുടെ സമയം നമ്മൾ കളയുന്നു, അനാവശ്യമായിട്ട് നമ്മുടെ എനർജി നമ്മളവിടെ കളയുന്നു. അതിന് പകരമായിട്ട് ഒന്ന് സ്വസ്ഥമായിട്ട് കണ്ണുകളടച്ചിരുന്നാൽ ആ ഒരു പ്രശ്നമുള്ള ആ ഒരു സാഹചര്യം നമുക്ക് കടന്നു കിട്ടും. വളരെ ഈസി ആയിട്ട് നമുക്ക് കടന്ന് പോകാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് സത്യം. അപ്പോൾ സാസൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ മാത്രമല്ല, ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും ശരിക്കും പറഞ്ഞാൽ നമുക്ക് യാതൊരു കൺട്രോളും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ സമയം വെറുതെ കളയേണ്ട ആവശ്യമില്ല, നമ്മുടെ എനർജിയും വെറുതെ കളയേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും തീർച്ചയായിട്ടും നമുക്കത് നേടിയെടുക്കാൻ ബുദ്ധിമുട്ട് ഉള്ളൊരവസ്ഥ തന്നെയാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും പ്രാക്ടീസ് കൊണ്ട് നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും